രാജിവെക്കണം തീർച്ചയായിട്ടും. ഒരു പെൺകുട്ടിയുടെ മാത്രമല്ല, കുറേ പേരെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കണു. പാലക്കാടുകാരനെ കോൺഗ്രസ്സുകാരും നാണം കരുതി സാപ്പിയിലൊക്കെ ജയിപ്പിച്ചത്, സാപ്പിന് പേര് പോയില്ലേ. പ്രശ്നങ്ങളൊക്കെ കാരണം അർഹതയില്ല എന്നാണ്. രാജിവെക്കണം തീർച്ചയായിട്ടും. ഇതിപ്പോൾ ഒരു പെൺകുട്ടിയുടെ മാത്രമല്ല, കുറേ പേരെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കണു. അപ്പം ഇനിയും ഇത് പെൺകുട്ടികൾക്കൊരു ഇതല്ലേ. അപ്പോൾ ഇതിനോട് ഇങ്ങനത്തെ ഒരു MLA ആവാൻ ഇത് പുതിയൊരു തലമുറയ്ക്ക് നല്ലൊരു പ്രചോദനമാവും പറഞ്ഞിട്ടാണ് ആൾ വന്നത്. ഇതിപ്പോൾ പെൺകുട്ടികളുടെ ഒരു പേടി സ്വപ്നമായിട്ടാണ് മൂപ്പര് മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം കൊണ്ട് ഇയാൾ MLA ആയിരിക്കണേ ഒരു യോഗ്യതയും കാണുന്നില്ല. ഇപ്പോഴത്തെ ഈ ഫേക്കിൻ്റെ കാലത്ത് എന്താണ് സത്യം എന്താണ് എന്ന് നമുക്കറിയില്ല അല്ലേ. അപ്പോൾ അത് സത്യം തെളിയട്ടെ. കോൺഗ്രസ് പാർട്ടിനെ പുറത്താക്കിയ ഒരാൾ വീണ്ടും MLA തുടരുക പറഞ്ഞാൽ ഒരു ശരിയായ തീരുമാനമല്ല. ഞാൻ രാഹുലിന് വോട്ട് ചെയ്ത ആളാണ് അല്ലേ. അപ്പോൾ ആരാണ് നമ്മളെ കൊണ്ട് നിർത്തിയത്? കോൺഗ്രസ്സാണ്. കോൺഗ്രസ് പറഞ്ഞിട്ട് ഞങ്ങൾ വോട്ട് ചെയ്തു. കോൺഗ്രസ് വെളിയിലാക്കുമ്പോൾ പിന്നെ അയാൾക്ക് പിന്നെ എങ്ങനെയാണ് പിന്നെ MLA തുടരാൻ കഴിയുക? ആ പാർട്ടിക്ക് വേണ്ടാണ്ട് വെളിയിലായ ആളിനെ പിന്നെ എങ്ങനെ MLA ആവും? പാലക്കാടുകാരനെ കോൺഗ്രസ്സുകാരും നാണം കരുതി. ആ പാലക്കാട്ടുകാർക്ക് ഇവിടെ എത്ര ആളില്ലേ നിൽക്കാൻ? പാലക്കാട് ആരും പോരാത്തവരാ. പാലക്കാട് കഴിവുള്ള ചെറുപ്പക്കാരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു പത്തനംതിട്ടയിൽ നിന്ന് ഒരാളിനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി. അതിനെ പഠിച്ച ജനങ്ങളൊക്കെ ഇപ്പം മാനം കെട്ടില്ലേ. ഞാനടക്കം വോട്ട് ചെയ്ത ആളാണല്ലോ. അയാളുടെ കാര്യത്തിൽ നമ്മളടക്കം മാനം കെട്ടും. അപ്പോൾ അത് തുടരണമെന്ന് പറഞ്ഞാൽ പാർട്ടി രാജിവെച്ചാണ് MLA രാജിവെക്കാൻ പറയണ്ടേ. കോൺഗ്രസ്ക്ക് ഈ പാർട്ടിക്ക് മോശപ്പേരാണ്. ഞങ്ങളൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാണ്. പക്ഷെ അന്നത്തെ ഇത് നമുക്കറിയില്ലല്ലോ. നല്ലൊരു വ്യക്തിയാണ് നമ്മൾ ആഗ്രഹിച്ചത്. പക്ഷെ അറിഞ്ഞ സ്ഥിതിക്ക് ആളിനെ പുറത്താക്കുക, എന്നാലും പാർട്ടിക്ക് ദോഷം വരും. മാറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇതുവരെ നാം പറഞ്ഞിട്ടില്ല, പക്ഷെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. കോൺഗ്രസ് മൊത്തം നാണക്കേടാണ്. രാഹുൽ അവിടെ മത്സരിച്ച് നടക്കുകയാണ്, ഇവിടെ പാർട്ടീനെ തകർത്ത് നടക്കുകയാണ്. ഞങ്ങൾക്ക് പിന്നെ തീർച്ചയായും ഞങ്ങൾക്ക് കോൺഗ്രസ് ഒരു നേതാവ് പറയുമ്പോൾ നമുക്കൊരു ഇതായില്ലേ. സാപ്പിൻ്റെ പേര് പോയില്ലേ. പാലക്കാട് സാപ്പിയിലൊക്കെ ജയിപ്പിച്ചത്, സാപ്പിന് പേര് പോയില്ലേ. ഇതേ 3 മാസം മുമ്പ് കോൺഗ്രസ് പുറത്താക്കിയ ആളാണ്. എന്നിട്ട് MLA തുറന്നുവിടാം. ഈ കേസ് 3 മാസം മുമ്പ് ഉള്ള കേസാണ്. അന്ന് ഈ കോടതിയും കേസൊന്നും അന്നില്ല. ഇപ്പോൾ പറഞ്ഞപ്പോൾ ഇലക്ഷനാകുമ്പോൾ അതിന് മുതലെടുക്കാൻ വേണ്ടി കളിക്കേണ്ടവരുണ്ടാവും. അതിലിപ്പോൾ എല്ലാവരും ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ MLA തോന്നണം പറഞ്ഞാൽ അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പ് MLA ആയിട്ട് പാലക്കാട് ഉണ്ടാവും. ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ കാരണം അർഹതയില്ല എന്നാണ്. അർഹതയില്ല എന്നാണ്. കോടതിയിൽ തെളിവ് എതിരാണെങ്കിൽ പിന്നെ വേറെ മാർഗ്ഗമില്ലല്ലോ. അതുകൊണ്ട് MLA സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല. ഇനിയിപ്പോൾ എന്തായാലും ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്.